ഏതെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ പോയി വാങ്ങി വന്ന ശേഷം അതിൽ പ്രശ്നം ഉണ്ടതായി കണ്ടെത്തുക. അതിനുശേഷം നമ്മൾ അത് കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കടക്കാരൻ പറയും ഇത് ഞങ്ങൾ തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിയമപരമായി നീങ്ങണം. അതിനാണ് ഉപഭോക്തൃ അവകാശ ദിനമൊക്കെ ആചരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി നിങ്ങൾക്ക് വേണ്ടത്ര സേവനം കിട്ടിയില്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല, ചികിത്സാ പിഴവൊക്കെ ഉണ്ടായി എന്ന് കണ്ടെത്തിയാലൊക്കെ നിങ്ങൾക്ക് ഇത്തരം കൺസ്യൂമർ അതായത് നിങ്ങളുടെ ഉപഭോക്താവിൻ്റെ അവകാശം സംരക്ഷിക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ എന്താണ് കൺസ്യൂമർ ഡേ എന്നല്ലേ? ഈ 24 ഡിസംബർ, എല്ലാ വർഷവും ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ ഡേ ആയി ആചരിക്കുന്നത്. എന്തിനാണ് ആചരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഗർഭകാലത്തെ പരിശോധനകളിൽ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ കണ്ടെത്താതിരിക്കുക, 2 കൈയും കാലുമില്ലാതെ ഗുരുതര വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിക്കുക, തളർന്നുപോയ വീട്ടുകാർക്ക് മുന്നിൽ ആശുപത്രിയും ഡോക്ടർമാരും കൈമലർത്തി, സർക്കാരും കൈയൊഴിഞ്ഞു. ഒടുവിൽ ആ അച്ഛനും അമ്മയും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു. 80 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധിക്കുന്നു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയും ഡോക്ടർമാരും ചേർന്ന് ആ തുക കോടതിയിൽ കെട്ടിവച്ചു. ഉപഭോക്താവിന്റെ അവകാശം വ്യക്തമാക്കിയുള്ള വിധിയായിരുന്നു അത്. ഉപഭോക്താവാണ് രാജാവെന്ന് ഈ വിധിയും തെളിയിച്ചു. സാധനങ്ങൾ വാങ്ങുമ്പോൾ മാത്രമല്ല, യാത്രകളിൽ, ആശുപത്രികളിൽ, പഠനത്തിൽ ഒക്കെ ഉപഭോക്താക്കളാണ് രാജാക്കന്മാർ. ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കാൻ, ഗുണമേന്മ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകാൻ, കൃത്യമായ വിലയ്ക്ക് സാധന സേവനങ്ങൾ ലഭ്യമാകാൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാൻ, ഇവയ്ക്കെല്ലാമുള്ള അവകാശങ്ങളാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ കോടതികൾ നിലവിലുണ്ട്. ലളിതമായ നടപടിക്രമങ്ങൾ, താരതമ്യേന വേഗത്തിൽ നീതി, കുറഞ്ഞ കോടതി ചെലവുകൾ, ഇവയെല്ലാം ഉപഭോക്തൃ കോടതികളുടെ പ്രത്യേകതകളാണ്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും ഇവിടെയാണ്. വാങ്ങുന്ന, നേടുന്ന സേവനങ്ങൾക്ക് കൃത്യതയില്ലെങ്കിൽ പരാതിപ്പെടാം. രാജ്യത്ത് വിവിധ പ്രശ്നങ്ങൾ ഉപഭോക്താക്കൾ നേരിടുമ്പോഴും ഇത്രയും ഉപഭോക്തൃ അവകാശങ്ങൾ നിലനിൽക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ കുറവാണ്. നമുക്ക് അതേക്കുറിച്ച് അത്ര വലിയ അവബോധം ഇല്ലാത്തതാണ് പ്രശ്നം. വിജ്ഞാനം നേടാം, അത് ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.